ഹലോ ഗൈസ്, അപ്പം ഇന്ന് രാവിലെ തന്നെ ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്ന് സംഗമേശ്വര തൊഴുതു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൽ ഗണപതിയും തൊഴുതു. കാരണം ഇന്നൊട്ട് സ്കൂളുകളൊക്കെ തുറക്കാണല്ലോ. അതോടൊപ്പം തന്നെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബസ് എടുക്കുകയാണ്. അതുകൊണ്ട് ഒരു ആപത്തില്ലാതെ കാത്തുകൊള്ളാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ്. എല്ലാ ഡ്രൈവർമാരും രാവിലെ 7 മണിക്ക് സ്കൂളിലെത്തണം. കാരണം ബസ്സിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പതിവ് തന്നെ എല്ലാ ചെക്കിങ്ങും നടത്തുകയാണ്. 6 ടയറിലും എയറുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ലീക്കൊന്നുമില്ല. ഇതുപോലെ എല്ലാ ബസ്സും അതാത് ബസ്സിൻ്റെ ഡ്രൈവർമാർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വണ്ടിയിനകത്തുള്ള എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം, റേഡിയേറ്ററിൽ വെള്ളം ചെക്ക് ചെയ്യണം. നമുക്ക് എന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അതായത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഡെയിലി ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാഗത്തേക്ക് ഒരു തെറ്റ് പറ്റരുതല്ലോ എന്നുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കാരണം ഇത്രയും പിള്ളേരെയും വഹിച്ചു കൊണ്ടുവരല്ലേ. അങ്ങനെ എല്ലാ ബസ് വെളിയിലിട്ടേക്കാണ്. അതാത് ബസ്സിൻ്റെ അടുത്ത് അതാത് ഡ്രൈവർമാരുണ്ട്. ഓരോ ബസ്സുകൾക്കും ഓരോ ടൈമുണ്ട്. അതാത് ടൈമിന് മാത്രമേ അവിടെ നിന്ന് ബസ് പോവുള്ളൂ. അങ്ങനെ എനിക്ക് ബസ് എടുക്കാൻ സമയമായി. അതിന് മുന്നോടിയായി ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല, ചവിട്ടിയ വണ്ടി കിട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. അങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റാണ്. അങ്ങനെ ബസ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് കടത്താണ്. അപ്പോൾ ഇനിയുള്ള കാര്യം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അറിയാലോ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്, വാഹനം ഓടിക്കുമ്പോൾ ഫോൺ കോൾ ചെയ്യുകയോ വീഡിയോ കാണുകയോ ഫോൺ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. അത് വൻ അപകടങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഈ സ്കൂൾ ബസ് എടുക്കുന്ന ആൾക്ക് MVDയുടെ ഭാഗത്തുനിന്നും കർശന നടപടിയായിരിക്കും ഉണ്ടാവുക. ഓരോ ബസ്സിലും ഓരോ ആൻറ്റിമാരുണ്ട്. ആൻറ്റിമാർ വന്നതിന് ശേഷം പിള്ളേരെ കയറ്റാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിക്ക് വേണ്ടി ഇരിഞ്ഞാലക്കുട മാപ്രാണം സെൻറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനടക്കമുള്ള 16 ബസ്സുകളും കറക്റ്റ് 9 മണിക്ക് സ്കൂളിലെത്തി. 9 മണിക്കാണ് സ്കൂൾ കൂടുന്ന സമയം. അങ്ങനെ പുതിയ പിള്ളേരും പഴയ പിള്ളേരും ഒക്കെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യ ദിനമായതുകൊണ്ട് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് 12:30 ക്ലാസ് വിടും. 12:30 ക്ലാസ് വിടുമ്പോൾ നമ്മൾ കറക്റ്റ് 12 മണിക്ക് സ്കൂളിൽ ഹാജരാവണം. അപ്പോൾ 9 മണി തൊട്ട് 12 മണി വരെ നമ്മൾ പിന്നെ ഓട്ടോറിക്ഷ ഓടാൻ പോകും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്നത് 12 മണിക്ക് സ്കൂളിൽ എത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് കാണിക്കുന്നത്. അങ്ങനെ സ്കൂൾ വിട്ടു, എല്ലാ പിള്ളേരും ബസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സുനിലേട്ടൻ, നാടക നടനായ സുനിലേട്ടൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.